അതാനാ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഫോൺ തുറന്നപ്പോൾ കണ്ടൊരു ന്യൂസായിരുന്നു. 15 വയസ്സുകാരനായ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഹാർട്ട് ഭയങ്കര ഒരു ഹെവിനെസ് പോലെ എനിക്ക് തോന്നി. എത്ര ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടായിരിക്കുമല്ലേ ആ ഒരു മോൻ അങ്ങനെ ഒരു ആക്ടിലേക്ക് അവനെ ലീഡ് ചെയ്തിട്ടുണ്ടാവുക. അത് ശരിയാണ്. കാരണം അതൊരു ഇമ്പൾസീവ് ആയിട്ടൊരു ആക്ട് ആയിരിക്കില്ല. അവൻ കുറച്ചു കാലം സഫർ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. ല്ലേ? അത് ഞാൻ കണ്ടപ്പോഴും എനിക്ക് ബാക്കി കാര്യങ്ങള് വായിക്കാൻ അവരെ മെസ്സേജസ് ഒക്കെ വായിക്കാൻ ഐ ഫെൽറ്റ് ഇറ്റ് എനിക്ക് വായിക്കാൻ തോന്നിയില്ല. കാരണം അത് അത്രയും ഭയങ്കര ഒരു ബർഡൻ ഐ മീൻ ഓഫ് ഞാൻ ആ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഐ കാൻ ഈവൻ ഇമാജിൻ. അപ്പൊ ആ കുട്ടി കുറേ സഫർ ചെയ്തിട്ടുണ്ടാവും ല്ലേ? ഡെഫിനറ്റ്ലി. അതൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കുറെ നാളായിട്ട് ആ മോൻ സഫർ ചെയ്തിട്ടായിരിക്കുള്ളൂ ഇങ്ങനെ ഒരു ആക്ടിലേക്ക് അവനത് ലീഡ് ചെയ്തിട്ടുണ്ടാവുക. ലൈക്ക് ഹി ഹാഡ് ഗോൺ ത്രൂ എ ലോട്ട് എന്ന് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. ഈവൻ ഇപ്പോ അവന്റെ പാരന്റ്സും വിചാരിക്കുന്നുണ്ടാവും ലൈക്ക് ഇഫ് ഐ വാസ് ദേർ ഫോർ ഹിം ലൈക്ക് അത് കൊറേ പെർസ്പെക്റ്റീവ് അത് ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോ അവൻക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിണ്ടാവില്ല. അതായത് ഈവൻ എ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പാരന്റ്സിന്റെ സൈഡ് ആയാലും പാരന്റ്സിന്റെ അടുത്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിണ്ടാവില്ല മേ ബി ല്ലേ. ആ ഒരു മൊമെന്റില് കുട്ടി സൂയിസൈഡ് ചെയ്യുമ്പോൾ ലൈക്ക് ഹിസ് ഹാർട്ട് വാസ് വെരി ഹെവി ഐ തിങ്ക്. അവനെ എക്സ്പ്രസ് ചെയ്യാൻ പാരന്റ്സിന് ഈവൻ ആരടുത്തും അവൻക്കത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അതായിരിക്കണം വൺ ഓഫ് ദി റീസൺ. അതെ. ഇപ്പോൾ ചില കുട്ടികളിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അവരെല്ലാം ഷെയർ ചെയ്യില്ല. അതായത് ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ അവർ ചിലപ്പോൾ റെഡി ആയിരിക്കും. പക്ഷെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇൻസിഡന്റോ അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ട്സോ കാര്യങ്ങളോ ഷെയർ ചെയ്യാൻ ചിലപ്പോൾ അവർ ഓക്കെ ആയിരിക്കണമെന്നില്ല. അതായത് അവർ ചിലപ്പോൾ ചിന്തിക്കുക ഞാനൊരു ബേർഡൻ ആവോ അല്ലെങ്കിൽ ഞാൻ അവരെ വിഷമിപ്പിക്കുകയാണോ എന്നുള്ളൊരു തോട്ടൊക്കെ വരുമ്പോൾ അവരത് ഷെയർ ചെയ്യുക കുറച്ച് ഡിഫിക്കൾട്ട് ആയിരിക്കും ആ ഒരു സംഭവം. അത് എന്തുകൊണ്ടായിരിക്കുംല്ലേ? ലൈക്ക് അവർക്ക് പോസിറ്റീവ് ഷെയർ ചെയ്യണ അതേപോലെ നെഗറ്റീവ് ഷെയർ ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. ബേസിക്കലി കുറേ കാര്യങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു സംഭവം കുറേ പേരൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൺകുട്ടികൾ കരയാൻ പാടില്ല, അല്ലെങ്കിൽ നീ ഒരു ആൺകുട്ടിയല്ലേ നീ കരയരുതല്ലോ. അതുപോലെ പൊതുവേ ആൺകുട്ടികൾക്ക് അവരുടെ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ശരിക്കും സൊസൈറ്റിയുടെ ഒരു നേച്ചർ അങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് വന്നൊരു പ്രശ്നമായിരിക്കാം. അതേപോലെ തന്നെ കുറേ വേറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ബ്യൂട്ടി ഡിഫൈൻ എന്ന് വെച്ചാൽ ഫെയർനെസ് ആണ്. ഈവൻ ഫെയർനെസ് ക്രീം ആയാലും എല്ലായിടത്തും ചുറ്റും കാണുന്നത് ഈവൻ സ്റ്റുഡൻസ് നമുക്ക് കുട്ടികളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അവരുടെ മനസ്സിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാല് വെളുത്താലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത് ശരിയാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മളൊന്ന് നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവിന്റെ അടുത്ത് പോകുമ്പോൾ തന്നെ പേരൻസ് എന്താ പറയുക നല്ലപോലെ ഡ്രസ്സ് ചെയ്യണം, അതെ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, എന്നാലും എല്ലാവരും നിന്നെ പറ്റി നല്ല വിചാരിക്കുള്ളൂ, അല്ലെങ്കിൽ എന്താ അവര് നിന്നെ പറ്റി വിചാരിക്കുക, അങ്ങനെയുള്ള കുറേ വാല്യൂസും നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഉം. വെളുത്ത കുട്ടി അതായത് വെളുത്തെന്ന് വെച്ചാൽ ഭംഗി ഉം. അവിടെ അതാണ് ഭംഗിയുള്ള കുട്ടികളുടെ ഫ്രണ്ട് റോസ് ബാക്കി കുറച്ച് കളർ കുറഞ്ഞ പേര് അതായത് അത് അങ്ങനെയാണ് ദർ പോർട്രേറ്റിംഗ് ഈവൻ ദ സൊസൈറ്റി അവരെ അപ്പൊ കുട്ടികളുടെ മനസ്സിൽ അങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഉം. സോ ദിസ് ഓൾ എഫക്ട്സ് അതെ, ഇത്രയും ഒരു പ്രോഗ്രസ്സിൽ നമ്മൾ എത്തിയിട്ട് പോലും ഇത്രയും പ്രോഗ്രസീവ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇത്രയും ചെറിയ കുട്ടികളുടെ സൈഡിൽ നിന്നാണ്, അതായത് 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്ത് മെസ്സേജാണ് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആസ് പേരൻസ് ഓർ ടീച്ചേഴ്സ് അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ചെയ്ത കുട്ടികളുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ദേ ഡോണ്ട് റിഗ്രറ്റ് ഡൂയിങ് ദ സെയിം. അതെന്തായിരിക്കുംല്ലേ അത് അവരെ മനസ്സിൽ ആ റിഗ്രറ്റ് ഇല്ലാത്തത്. ഞാനും അതിനെപ്പറ്റി ആലോചിച്ചു. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം അതിപ്പോ ഇതിപ്പോ പുറത്തറിഞ്ഞാലും സ്കൂൾ അവരൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അവരത് മാക്സിമം ഒതുക്കാനേ നോക്കുള്ളൂ. അപ്പൊ ഇത് പുറത്ത് വിടാതിരിക്കാനും അതുപോലെ ആഹ് എന്താ പറയാ ഈവൻ ആ ചാറ്റില് വരെ അതെ, അതുണ്ടായിരുന്നു. അത് പറയുന്നുണ്ടല്ലോ അവര്. ഇതിന് മുമ്പ് ഒരു കേസ് വന്നപ്പോഴും അത് ആരും അറിഞ്ഞിട്ടില്ല. ഇന്നത് സ്കൂളിലെ ആണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്ന് അവര് നല്ല കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനിപ്പോ മാക്സിമം പോയി എന്ത് ശിക്ഷ കിട്ടും, ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ ഈ ഒരു സംഭവം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയ വന്നാൽ തന്നെ എത്ര നാൾ ഉണ്ടാവും എന്നായിരിക്കും അവരിപ്പോ ചിന്തിക്കുന്നുണ്ടാവുക. കുറച്ച് നാൾ അതങ്ങ് കത്തിക്കുമ്പോൾ അടുത്തൊരു ന്യൂസ് വരുമ്പോൾ ഇതങ്ങ് ഫെയ്ഡായി പോകുന്നതായിരിക്കും അവരുടെ ഒരു തോട്ട് വന്നിട്ടുണ്ടാവുക അല്ലേ. അപ്പൊ ഇതൊക്കെ റിഗ്രറ്റ് ഇല്ലാതിരിക്കാനായിട്ടുള്ള ഒരു റീസൺസ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഈ മീഡിയ ഈവൻ മൂവീസ് ആയാലും ഇതിലൊക്കെ അവര് ഇങ്ങനെ ബുള്ളിങ് കാണുകയാണ്. അപ്പൊ ഇറ്റ് റീഇൻഫോഴ്സസ് ദം ടു ഡു ദ സെയിം അല്ലേ? അതാണ്. അതായത് ഇത്രയും ചെറിയൊരു പ്രായത്തില് ഇത്രയും എക്സ്ട്രീം ആയിട്ടൊരു വയലൻസിലേക്ക് കുട്ടികൾ എവിടുന്നാ അത് പഠിക്കുന്നത്? ഡെഫിനറ്റ്ലി മീഡിയ തന്നെയാണ്. അതായത് ഇങ്ങനെ ഇത്രയും ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ആക്ട് നോർമലൈസ് ചെയ്ത് കാണിക്കുന്നതായിട്ടുള്ള മൂവീസ് കാര്യങ്ങൾ, അതായത് ബുള്ളിങ് ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ റാഗിങ് ഒക്കെ നോർമലായിട്ട് എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവം എന്നുള്ളത്
അവർക്ക് ഇത് എവിടെന്നാ കിട്ടുന്നത് ഇങ്ങനെ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ആക്ട് എവിടെന്നാ കിട്ടുന്നത്? ഡെഫിനറ്റ്ലി മീഡിയ തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത് ആസ് എ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ മെന്റേഴ്സ് എന്ന രീതിയിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് ആണ്. അതുപോലെ എല്ലാവർക്കും അവരുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ടാവും, ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും ഈ ഒരു കാര്യത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ന്യൂസ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും എല്ലാം കമന്റ് ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം.